നമസ്കാരം. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദിവസേന സംഭവിക്കുന്നതാണോ എന്ന് നോക്കുക. ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങളെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമുണ്ടാക്കാൻ ഈ ഒരു വീഡിയോ സഹായിക്കും എന്ന് 100% ഉറപ്പാണ്. ദിവസവും രാവിലത്തെ അലാറം അടിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൂടി എന്ന് വിചാരിച്ച് വീണ്ടും ഉറങ്ങുക. എഴുന്നേൽക്കുമ്പോൾ നേരം വൈകിയെന്ന് കണ്ട് ടെൻഷനോടെ ജോലിയിലേക്കോ കോളേജിലേക്കോ ഓടുക. ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനോ ഇരിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് എന്ന് കരുതി ഫോൺ എടുക്കും, റീൽസ് കാണും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഒടുവിൽ അന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മനസ്സിലൊരു കുറ്റബോധം, അയ്യോ ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാണോ? എങ്കിൽ വിശ്വസിക്കുക, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ധാരാളം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ്. പക്ഷേ ചില ആളുകൾ ഈ 24 മണിക്കൂർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ വിജയങ്ങൾ നേടുന്നതും മറ്റു ചിലർ സ്ട്രഗിൾ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ സമയ ക്രമീകരണത്തിന്റെ അഭാവമാണ്. ശരിക്കും സമയം കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് തോന്നും ഇത് ഇന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ചെയ്താൽ മതിയല്ലോ എന്ന്. എന്നാൽ പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ശീലം നമ്മുടെ ജീവിതത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അവസാന നിമിഷം വരെ കാര്യങ്ങൾ നീട്ടിവെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ്, ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു, ഒരു ഭയം ഉടലെടുക്കുന്നു. അടുത്തതായി നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ വളരെ ശാന്തമായിട്ടും സമയമെടുത്തും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അത്ര ക്വാളിറ്റി നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് സമയം ഇല്ലാതെ അവസാന നിമിഷം ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർഫെക്ഷൻ അതിന് ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അടുത്തതായി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരുന്ന കുറേ പ്രോബ്ലംസ് ആണ്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല, ഫ്രണ്ട്സിനോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ മൂലം നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആത്മവിശ്വാസത്തെ വരെ വളരെ നെഗറ്റീവായിട്ട് ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ബാധിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ചെയ്യേണ്ട വർക്കുകൾ അല്ലെങ്കിൽ ചെയ്യേണ്ട ടാസ്കുകൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ടൈം മാനേജ്മെന്റ് എങ്ങനെ വളരെ ലളിതമായി നടപ്പിലാക്കാമെന്ന് നോക്കാം. ഇതിന് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സൊന്നും ആവശ്യമില്ല. ലളിതമായ ഒരു 4 വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സുഖകരമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിനാദ്യം ചെയ്യേണ്ടത് നമ്മളെ ചെയ്യേണ്ട ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യേണ്ട ജോലികളെ 3 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് വൺ, അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്, ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജന്റ്. തേർഡ് വൺ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ 3 തരത്തിൽ നിങ്ങളുടെ ഡെയിലി ടാസ്കുകളെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക. ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ സമയം കൊല്ലുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമയം നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഈ സമയം നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ്സും കിട്ടാൻ സാധ്യതയില്ല. വെറുതെ സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. എക്സാമ്പിളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, ഗോസിപ്സ്, ആവശ്യമില്ലാത്ത ന്യൂസുകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ ധാരാളം ഇത്തരം ന്യൂസുകളും കാര്യങ്ങളും വരും. നമ്മൾ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ അതിൻ്റെ പുറകെ നമുക്കറിയാം റീൽസ് കാണുന്ന കാര്യം. റീൽസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് സ്ക്രോളിങ് തന്നെയായിരിക്കും. നമുക്ക് സമയം പോകുന്ന അറിയില്ല, നമ്മളെ മാനസികമായിട്ട് നമ്മൾ ടോട്ടലി ഡ്രെയിൻ ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങളിൽ നിന്നും പതിയെ വിട്ടു നിൽക്കുക. അടുത്തതായി ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നൊരു ടെക്നിക് ഉണ്ട്. അതായത് നിങ്ങളുടെ ഒരു ദിവസത്തെ കഠിനമായ ജോലികൾ അത് ആദ്യം തന്നെ ചെയ്തു തീർക്കുക. കഠിനമായ ജോലി ആദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ജോലി ചെയ്യാൻ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. കാരണം മെയിനായിട്ടുള്ള ഒരു ജോബ് അവിടെ കഴിഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള ജോലികൾ നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടും സമയമെടുത്തും ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. ഫോക്കസ് വർദ്ധിപ്പിക്കാൻ വളരെ അധികം സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരു 25 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളിൽ നിന്ന് മാറ്റി വയ്ക്കുക. എക്സാമ്പിളായിട്ട് മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്നുകിൽ ഫോൺ തന്നെ മാറ്റി വെച്ചാൽ മതി. 25 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക, ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യുക. അഗെയിൻ 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യുക. ഒരു 4 തവണ ഈ സൈക്കിൾ ആവർത്തിക്കുന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് നിങ്ങളൊരു ലോങ് ആയിട്ടുള്ള ഒരു റിലാക്സേഷനും കൂടി എടുക്കുക.
ഈ ഒരു പ്രവൃത്തി, ഈ ഒരു പ്രക്രിയ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. അടുത്തതായി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായേക്കാവുന്ന കാര്യങ്ങളോട് ഒരു മടിയും കൂടാതെ സ്നേഹപൂർവ്വം തന്നെ നോ പറയാൻ ശീലിക്കുക. ഇത് വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ വേണ്ടി ശ്രമിക്കും. എങ്ങനെ നമുക്ക് ഇത് ഇന്ന് തന്നെ ആരംഭിക്കാം? ഇതൊക്കെ ഒരുമിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ നടക്കില്ല. പക്ഷേ ഒരു സിമ്പിൾ ടിപ്പ് പറയാം ഇന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു പേപ്പറോ ഒരു ബുക്കോ എടുത്ത് നാളെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റി വൈസിൽ എഴുതി വയ്ക്കുക. നാളെ രാവിലെ എഴുന്നേറ്റയുടൻ അതിലെ ആദ്യത്തെ ടാസ്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം മറ്റുള്ള 2 ടാസ്കുകളിലേക്കും പോവുക. രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം 3rd ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സമയം എന്നത് പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. പണം എന്ന കാര്യം നമ്മളെടുത്തുനിന്ന് പോയാലും തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെടുത്തുനിന്ന് പോയ ഒരൊറ്റ സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ സമയം കൃത്യമായി വിനിയോഗിച്ച് ജീവിതത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ ഈ ഒരു ടിപ്പുകൾ സഹായകമാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സമയം ഏറ്റവും അധികം നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോകൾക്കായി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.